നമസ്കാരം. രാജ്യമെമ്പാടും ബി.ജെ.പി. എന്ന പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ തന്റെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അധിക സമയമൊന്നും ചെലവഴിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം വാരണാസി സന്ദർശിച്ചിരുന്നു. ആ നഗരത്തെ മുഴുവൻ ഇളക്കി മറിക്കുന്ന തരത്തിൽ റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നാവട്ടെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ നരേന്ദ്രമോദിയുടെ വിജയമല്ല വാരണാസിയിലെ ബി.ജെ.പി. പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. മറിച്ച് അവർക്ക് മുന്നിലുള്ളത് ഒരു വലിയ ലക്ഷ്യം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ റെക്കോർഡ് ഭൂരിപക്ഷം മോദിക്ക് നേടിക്കൊടുക്കുക എന്നതിനായുള്ള പരിശ്രമത്തിലാണ് നിലവിൽ ഈ മണ്ഡലത്തിലെ ബി.ജെ.പി. പ്രവർത്തകർ. ഇതിന്റെ ഭാഗമായി മോദിക്ക് 10 ലക്ഷത്തിലധികം വോട്ടുകൾ നേടാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ബി.ജെ.പിയുടെ ശക്തമായ സംഘടനാ സംവിധാനത്തിലൂടെയും നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിലൂടെയും 10 ലക്ഷം എന്ന മാന്ത്രിക സംഖ്യ മറികടക്കാനാകും എന്ന് തന്നെയാണ് വാരണാസിയിലെ ബി.ജെ.പി. നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇത്തവണ മോദിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടാനുള്ള ശ്രമത്തിലാണ് പാർട്ടിയുടെ അണികൾ എന്ന് ബി.ജെ.പിയുടെ വാരണാസി സിറ്റി അധ്യക്ഷനായ വിദ്യാസാഗർ റായ് വ്യക്തമാക്കുന്നുമുണ്ട്. നമുക്കറിയാം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് ലഭിച്ചത് 6,74,664 വോട്ടുകളായിരുന്നു. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 63.2% ഇത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ 7.25% വർധനവാണ് അന്ന് രേഖപ്പെടുത്തിയത്. ഈ സംഖ്യകളെയൊക്കെ മറികടന്നുകൊണ്ട് 1 മില്യൺ അഥവാ 10 ലക്ഷം വോട്ടുകൾ നരേന്ദ്രമോദിക്ക് നേടിക്കൊടുക്കുക എന്ന വലിയ ദൗത്യമാണ് ഇക്കുറി വാരണാസിയിലെ പ്രവർത്തകർ സധൈര്യം ഏറ്റെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഈസിഡി മലയാളം.